ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ അവിടുത്തെ സ്നേഹം ആവോളം അനുഭവിച്ചറിയുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പൗലോസ് ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 24-ഉം 25-ഉം 24-ൽ പറഞ്ഞത്, കർത്താവിൻ്റെ ദാസൻ കലഹങ്ങളിൽ ഏർപ്പെടരുത്, അവൻ സൗമ്യനായിരിക്കണം, അവൻ യോഗ്യമാവിധം പഠിപ്പിക്കുന്ന അധ്യാപകനായിരിക്കണം. 25-ാം തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്: എതിർക്കുന്നവനെ അവൻ സൗമ്യതയോടുകൂടെ തിരുത്തണം. ഏത് കാര്യത്തിനും പല അഭിപ്രായങ്ങളുണ്ട്. പള്ളി പണിയുമ്പോഴും, സ്കൂൾ പണിയുമ്പോഴും, ഓഡിറ്റോറിയം പണിയുമ്പോഴും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സഭ ചെയ്തു വെക്കുമ്പോൾ അതിനെയൊക്കെ എതിർക്കുന്നവരുണ്ട്. എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് എന്ന കാര്യം മറന്നു പോവുകയും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇവയെല്ലാം ചെയ്തു വെക്കുക. അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കുറ്റം പറയുന്ന, തെറ്റുകളെ മാത്രം കാണുന്ന, നന്മ കാണാതെ പോകുന്ന ചില കണ്ണുകളുണ്ട്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, എതിർക്കുന്നവനെ സൗമ്യതയോടുകൂടി തിരുത്തണം. എന്തിനാണ് തിരുത്തുന്നത്? അടുത്ത വചനം പറയുന്നുണ്ട്, സത്യത്തിലേക്കുള്ള പൂർണ്ണമായ ബോധ്യത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ദൈവം തിരിച്ചു വന്ന അനുതാപത്തിന് വേണ്ടി ദൈവമൊരുക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എതിർക്കുന്നവനെ നീ സൗമ്യതയോടുകൂടെ തിരുത്തണം, സത്യത്തിലേക്കുള്ള പൂർണ്ണമായ ബോധ്യത്തിലേക്ക് തിരികെ വരുവാനുള്ള, അല്ലെങ്കിൽ മടങ്ങി വരുവാനുള്ള അനുതാപത്തിലേക്ക് ദൈവം നയിക്കുന്നതായിരിക്കാം. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് നമ്മൾ മൗനം പാലിക്കരുത്. തെറ്റ് ഒരാൾ പറയുമ്പോൾ അതിന് കൂട്ടിച്ചേരാൻ ആൾക്കാരുണ്ടാകും. സൗമ്യതയോടെ തിരുത്തിയാൽ അവന് സത്യത്തിലേക്ക് പൂർണ്ണമായും മടങ്ങി വരുവാനുള്ള അവസരം ദൈവം ഒരുക്കുകയാണ്. അവൻ്റെ അനുതാപത്തിലേക്ക് ദൈവം നയിക്കുകയാണ്. ഈ നോമ്പുകാലം ഫലദായകമായി തീരുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഏകദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധമായി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.